अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين गुज़श्ता जुमे को जब मैं यहाँ मस्जिद में आया हूँ കഴിഞ്ഞ ജുമായിൽ ഞാനിവിടെ तो പള്ളിയിൽ ജുമാ നമസ്കരിപ്പിക്കാനായി വന്നപ്പോൾ कार से उतरती मैंने देखा कि एक बड़ी तादाद अखबारी नुमाइंदों की കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മുന്നിൽ പത്രപ്രതിനിധികളുടെ हाल ഒരു വലിയ സംഘം നിൽക്കുന്നതായി കണ്ടു. अमीर साहब ने बताया कि हजरत അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ बारे में അമീർ സാഹിബ് പറഞ്ഞത് इंतहाई दिलादार फिल्म അമേരിക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് मुसलमान അങ്ങേയറ്റം जो रद्द-ए-अमल കരളലിയിപ്പിക്കുന്ന ചലച്ചിത്രം നിർമ്മിച്ചപ്പോൾ आए हैं। മുസ്ലിങ്ങൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. मैंने कहा ठीक है, അഹമ്മദികളുടെ പ്രതികരണം कहें कि എന്താണെന്നറിയാനാണ് ഇവർ വന്നിട്ടുള്ളത്. देना इस मौजू पे वहीं ഞാൻ പറഞ്ഞു, ശരി, जो भी अहमदी का रद्द അവരോട് പറയുക, बयान करूंगा। ഞാൻ ഖുതുബ ഇതേ വിഷയത്തിലാണ് നൽകുന്നത്. അഹമ്മദികളുടെ പ്രതികരണം എന്താണെന്ന് അതിൽ ഞാൻ പരാമർശിക്കുന്നതാണ്. जो इतनी बड़ी तादाद में मीडिया को खींच के यहाँ लाया, ഇത്രയധികം മാധ്യമങ്ങളെ ഇവിടേക്ക് വലിച്ചടിപ്പിച്ചതും उन्होंने भी डाला, അള്ളാഹുവിന്റെ തന്നെ ജോലിയാണ്. कुछ कहूँ പിന്നീട് ഇതേ വിഷയത്തിൽ അല്പം കാര്യങ്ങൾ പറയാം എന്ന് ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയും ചെയ്തു. तो जो इस तरफ फेरी ആദ്യം മറ്റു ചില കാര്യങ്ങൾ പറയാനായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഒരു ദിവസം മുമ്പ് ഇതിലേക്ക് ശ്രദ്ധ തിരിയുകയും काम है, ഇതിനെ സംബന്ധിച്ച് ചില പറയണമെന്ന് തോന്നുകയും ചെയ്തു. करवाता है ഏതായാലും ഇത് അള്ളാഹുവിന്റെ പണിയാണ്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യിപ്പിക്കുന്നു. अल्लाह ताला की ताईद शामिल थी। പിന്നീടുള്ള അവസ്ഥയും തെളിയിച്ചത് ഈ വിഷയം അവതരിപ്പിക്കുന്നതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരുന്നു എന്നാണ്. लेकिन जो കുറഞ്ഞ സമയത്തിനുള്ളിൽ कही गई കുറച്ചു കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കൂ. उनके खुलासे എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ काम मैं देना चाहता था। സംക്ഷിപ്തത്തെ अल्लाह ताला ने അല്ലെങ്കിൽ ഞാൻ നൽകാൻ ആഗ്രഹിച്ച സന്ദേശത്തെ गैरों में भी काफी वसी അള്ളാഹു അഹമ്മദിയ ലോകത്തിൽ കൂടാതെ അന്യരിലേക്കും जुमे के बाद വളരെ വിശാലമായ നിലയിൽ എത്തിക്കുകയുണ്ടായി. तो अमीर साहब ने कहा कि मीडिया वाले പിന്നീട് 2-3 मिनट आप ജുമാക്ക് ശേഷം ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അമീർ സാഹിബ് പറഞ്ഞു, पूछना चाहते हैं, മാധ്യമ വക്താക്കൾ 2-3 മിനിറ്റ് നേരത്തേക്ക് താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, क्योंकि मैं देख रहा था ചിലത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ऊपर ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, लोग खड़े എല്ലാ കാര്യങ്ങളും ഞാൻ ഖുത്ബയിൽ പരാമർശിച്ചു കഴിഞ്ഞു. रिकॉर्डिंग भी कर रहे थे, तर्जुमा सुन भी रहे थे। മുകളിൽ നിന്ന് മാധ്യമ വക്താക്കൾ ചിത്രമെടുക്കുന്നതും റെക്കോർഡിംഗ് ചെയ്യുന്നതും ഖുത്ബ കേൾക്കുന്നതും ഞാൻ കണ്ടിരുന്നു. लेकिन बहरहाल
സന്ദേശം അവരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അവർ കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്തായാലും അവരെ അകത്ത് മുറിയിൽ ഇരുത്തിയിരുന്നു, ഞാൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനാൽ ഞാൻ പറഞ്ഞു, എന്തായാലും നോക്കാം. അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിനും അന്തസ്സിനും വേണ്ടി ഇനിയും സംസാരിക്കണമെങ്കിൽ നാം സംസാരിക്കുന്നതാണ്. അങ്ങയുടെ പദവിയെക്കുറിച്ചും ഇസ്ലാമിന്റെ അധ്യാപനത്തെ സംബന്ധിച്ചും ഈ അഭിമുഖത്തിലൂടെ കൂടുതൽ ഉത്തമമായ സന്ദേശം ലോകത്ത് എത്തുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അവരെ കാണാവുന്നതുമാണ്. ഞാൻ മുറിയിൽ ചെന്നപ്പോൾ അവിടെ പത്രപ്രതിനിധികൾ കൂടാതെ TV ചാനലിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ABBCയുടെ കീഴിലുള്ള ന്യൂസ് നെറ്റിന്റെ പ്രതിനിധിയും അതുപോലെ BBC-യുടെ പ്രതിനിധിയും ന്യൂസിലാൻഡ് നാഷണൽ ടെലിവിഷന്റെ പ്രതിനിധിയും ഫ്രാൻസിലെ ടെലിവിഷന്റെ പ്രതിനിധിയും കൂടാതെ മറ്റ് ധാരാളം പ്രതിനിധികളും ഉണ്ടായിരുന്നു. എന്റെ വലതുവശത്തിരുന്ന ന്യൂസിലാൻഡിന്റെ പ്രതിനിധിക്കാണ് ആദ്യം അവസരം ലഭിച്ചത്. താങ്കൾ എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അയാൾ ചോദിച്ചത്. അയാളോട് ഞാൻ പറഞ്ഞു, സന്ദേശം നിങ്ങൾ കേട്ടുകഴിഞ്ഞു, ഖുതുബ കേട്ടിരുന്നില്ലേ, പരിഭാഷയും കേൾക്കുകയായിരുന്നല്ലോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെയും പദവിയെയും കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. അങ്ങയുടേത് ഉന്നതമായ പദവിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എല്ലാ മുസ്ലിങ്ങൾക്കും അനുകരണ യോഗ്യമാണ്. മുസ്ലിങ്ങളുടെ ദുഃഖത്താലും കോപത്താലുമുള്ള പ്രതികരണങ്ങൾ ഒരു തരത്തിൽ ശരിയാണ്, അത് ഉണ്ടാകേണ്ടതായിരുന്നു. അതിന്റെ പ്രകടനം ചില സ്ഥലങ്ങളിൽ തെറ്റായ നിലയിലാണ് ഉണ്ടായത്. നമ്മുടെ ഹൃദയങ്ങളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്തേക്ക് ലോകത്തിന്റെ ദൃഷ്ടിക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എത്ര കണ്ട് ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളതെന്ന ബോധം ഭൗതികർക്കുണ്ടാകില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോക സമാധാനത്തെ തകിടം മറിക്കുന്നു. ന്യൂസിലാൻഡിന്റെ പ്രതിനിധി വളരെ ശക്തമായി ഊന്നി പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞല്ലോ ഇവർ നരകത്തിൽ പതിക്കുമെന്ന്. അത് വളരെ കഠിനമായ വാക്കാണ്. നിങ്ങളും അവരിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. വാക്കുകൾ ഇതായിരുന്നില്ലെങ്കിലും നിലപാട് ഇങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പ്രിയരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ, അവരെ ആക്ഷേപിക്കുന്നതിനായി ശ്രമിക്കുന്നവർ, പറഞ്ഞു മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ അത് ആവർത്തിക്കുന്നവർ, പരിഹാസപാത്രമാകുന്നവർ, അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിധി നടപ്പിലാകുന്നു, ശിക്ഷയും ലഭിക്കാം. അള്ളാഹു അങ്ങനെയുള്ളവരെ പിടിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും അയാൾ നിശബ്ദനായി. എന്നാൽ ഇക്കാര്യത്തിൽ അല്പം ഭയപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു. അല്പം ഭയചകിതയായി തോന്നി. അയാൾ ന്യൂസിലാൻഡ് നാഷണൽ ടെലിവിഷന് നൽകിയ വാർത്ത പിന്നീട് പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ജമാഅത്തിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അവിടുത്തെ നാഷണൽ ടെലിവിഷനിൽ വാർത്ത പ്രക്ഷേപണം ചെയ്തത്. അവിടുത്തെ ജമാഅത്തിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ജമാഅത്തിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഖുത്ബയെക്കുറിച്ചും എന്റെ അഭിമുഖത്തെക്കുറിച്ചും വാർത്ത വന്നു. ഖുത്ബയെക്കുറിച്ച് ഇവർ നരകത്തിൽ പോകുന്നതാണ് എന്ന വാക്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും അവർ വാർത്തയിൽ കേൾപ്പിച്ചു. എന്നാൽ പൊതുവിൽ അമുസ്ലിം പ്രതിനിധികളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ കാണിക്കാത്ത ഒരു മാന്യത അവരിൽ ഉണ്ടായിരുന്നു. അതായത് മുൻപും പിൻപും ഇല്ലാതെ അവതരിപ്പിച്ചാൽ തെറ്റായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള
ആ വചനത്തിന്റെ തീക്ഷ്ണത ഇല്ലാതാക്കാൻ मुझे टीवी इंटरव्यू देते हुए അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ ഇട്ടതാകാം. अल्फाज मेरे എന്റെ വാക്കുകൾ जो मैं खुद ही बोल रहा था ടിവിയിൽ കാണിച്ചതോടൊപ്പം തന്നെ शिद्दत पसंद मुजाहिर എന്റെ ഈ വാക്കുകളും കാണിക്കുകയുണ്ടായി. करते അതിൽ ഞാൻ പറഞ്ഞത്, कभी किसी अहमदी को നാം തീവ്രമായ പ്രകടനങ്ങളും അതിക്രമങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. मुफसिदाना रद्द-ए-अमल ഇത്തരത്തിലുള്ള കലാപങ്ങളിലും കലഹങ്ങളിലും ഉൾപ്പെട്ടതായി ഒരു അഹമ്മദിയെയും खबरें पढ़ने वाले നിങ്ങൾ കാണുന്നതല്ല. मेरा ये जवाब दिखाकर फिर आगे तबसरा किया कि ये जमात मुसलमानों की एक अक़लीती जमात है और इनके साथ भी വാർത്ത വായിക്കുന്ന ആൾ എന്റെ ഈ മറുപടി കാണിച്ച ശേഷം അതിനെക്കുറിച്ച് നിരൂപണം നടത്തിക്കൊണ്ട് പറഞ്ഞു, आम जो ഇത് മുസ്ലിങ്ങളുടെ ഒരു ന്യൂനപക്ഷ ജമാഅത്താണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഇവർക്ക് നല്ല പെരുമാറ്റമല്ല ലഭിക്കുന്നത്. मुसलमानों के अलावा എന്തായാലും ഇവരുടെ ഖലീഫയുടെ ഈ ശബ്ദവും സന്ദേശവും അഹമ്മദി മുസ്ലിങ്ങൾ അല്ലാതെയുള്ള മറ്റു മുസ്ലിങ്ങളിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. मौलवियों को जुलूस देते हुए और नारे लगाते हुए दिखाया। മറ്റു മുസ്ലിങ്ങൾ നടത്തുന്ന അതിക്രമങ്ങളുടെ ചിത്രവും കാണിക്കുകയുണ്ടായി. മൗലവിമാരെ ജാഥകൾ നയിക്കുന്നതായിട്ടും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതായിട്ടും കാണിക്കുകയുണ്ടായി. इस्लाम का हकीकी पैगाम ഏതായാലും न्यूजीलैंड और ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഖാന്തിരം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം उनकी वेबसाइट के സാറ്റലൈറ്റിലൂടെ बहुत से दुनिया के हिस्सों में पहुंच गया। न्यूസിലാൻഡിലും अगर हम कोशिश भी करते അവരുടെ വെബ്സൈറ്റ് മുഖാന്തിരം ലോകത്തിന്റെ വലിയൊരു ഭാഗത്തേക്കും എത്തുകയുണ്ടായി. इस तरह ना पहुंच അഥവാ നാം പരിശ്രമിച്ചാൽ തന്നെയും അഹമ്മദ്യത്തിന്റെ പരിചയവും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശവും कतार ഇത്തരത്തിൽ എത്തില്ലായിരുന്നു. मुल्क के ന്യൂസിലാൻഡിലെ ജമാഅത്ത് की कोशिश करें। ഇത് സംബന്ധമായി ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും പരിചയത്തെയും സന്ദേശത്തെയും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുവാനായി പരിശ്രമിക്കേണ്ടതാണ്. അതുപോലെ माना गया होगा ന്യൂസിലാൻഡിന് कि സമീപത്തുള്ള രാജ്യങ്ങളും आलम की सीरत के हवाले से ഇത് കേട്ടിട്ടുണ്ടാകും. मालिक में हकीकी നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എത്തിക്കുവാനായി जो यहाँ का चैनल ശക്തമായ പരിപാടികൾ ഉണ്ടാക്കേണ്ടതാണ്. ये कहने लगा कि मैंने फिल्म देखी है ഇവിടത്തെ ചാനലായ ന്യൂസ് നൈറ്റ് പ്രതിനിധി പറഞ്ഞു, और मुसलमान ഞാൻ ചലച്ചിത്രം കണ്ടു. दिखाएं और അതിൽ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കുന്നതിനും दिल से മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണിക്കുന്നതിനുതകുന്ന യാതൊന്നും തന്നെയില്ല. इसको रद्द എന്നോട് പറഞ്ഞു, നിങ്ങളും വളരെ വിശദമായി കുത്തുബയും നൽകി. ചില സ്ഥലങ്ങളിൽ വളരെ ശക്തമായ ഭാഷയിൽ അതിനെ ഖണ്ഡിക്കുകയുമുണ്ടായി. इन लोगों की ഇത് ചെറിയൊരു തമാശയായിരുന്നു. ഇന്നാലില്ല, अखलाकी मयार की ഇത് ഇവരുടെ ധാർമ്മിക നിലവാരത്തിന്റെ पता नहीं तुमने അവസ്ഥയാണ്. किस तरह देखा और तुम्हारा मयार क्या है ഞാൻ अയാളോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്, को നിങ്ങളുടെ നിലവാരം എന്താണ് वसल्लम का എന്നെനിക്കറിയില്ല. अपनी नजर में है उनके दिल में है മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ खुद को जो आ हजरत നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സ്ഥാനത്തെ मुसलमान के दिल में है ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ मैंने उसे बताया कि मैंने फिल्म तो नहीं देखी നിങ്ങൾക്ക് മനസ്സിലാകില്ല. लेकिन एक दो बातें जिस देखने वाले ने मुझे बताई हैं ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ചലച്ചിത്രം കണ്ടിട്ടില്ല, എന്നാൽ കണ്ടവർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ ये बातें सुन അസഹ്യമായിരുന്നു. तो मैं कभी फिल्म देखने की जरूरत भी नहीं നിങ്ങൾ പറയുന്നു അങ്ങനെയൊന്നുമില്ല എന്ന്. जो बातें बयान की അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ട എനിക്ക് ആ ചലച്ചിത്രം കാണുന്നതിനുള്ള ധൈര്യം തന്നെയില്ല. मैंने उसे कहा कि तुम्हारे बाप को अगर कोई गाली दे അത് കേൾക്കുമ്പോൾ തന്നെ രക്തം തിളക്കുന്നു. बुरा भला कहे बेहुदा बातें ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവിനെ ആരെങ്കിലും അസഭ്യം പറയുകയാണെങ്കിൽ, ചീത്ത പറയുകയാണെങ്കിൽ, रद्द-ए-अमल അനാവശ്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? काम तो एक मुसलमान की नजर में इससे बहुत നിങ്ങൾ പ്രതികരിക്കുന്നതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. दोबारा നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഒരു മുസ്ലിമിന്റെ ദൃഷ്ടിയിൽ ഇതിനേക്കാൾ വളരെ ഉന്നതമാണ്. कि तुम्हारे बाप के खिलाफ അതിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. होगे വീണ്ടും ചലച്ചിത്രത്തെക്കുറിച്ച് അയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ പിതാവിനെതിരിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുമോ? तो शायद इस बारे में मीडिया ആന്നോ അല്ലയോ എന്നോ മറുപടി പറയുക. लेकिन मेरे इस
ഏതായാലും അയാൾ പറഞ്ഞില്ല, അയാൾ നിശബ്ദനായി. आपको कोई गाली दे ഈ പ്രതിനിധി ഇതിനെ സംബന്ധിച്ച് മാധ്യമത്തിന് വാർത്തകൾ നൽകിയില്ലെന്ന് തോന്നുന്നു. बहुत सारी जगहों पे എന്നാൽ നിങ്ങളുടെ പിതാവിനെ ആരെങ്കിലും അസഭ്യം പറഞ്ഞാൽ പ്രതികരിക്കുമോ എന്ന ചോദ്യത്തെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. വെബ്സൈറ്റിലും ഇട്ടു. इन पर मुख्तलिफ ഏതായാലും ഇന്റർനെറ്റിലും ചില പത്രങ്ങളുടെ വെബ്സൈറ്റിലും ഇതിനെ സംബന്ധിച്ച് വിവിധ നിരൂപണങ്ങൾ നടന്നു. अखबार ने खुतबे के हवाले से, प्रेस मीटिंग के हवाले से जमात अहमदिया मुस्लिमा के ഒരു मौक़िफ़ പാകിസ്ഥാൻ ഇംഗ്ലീഷ് പത്രം को ഖുത്ബയെ സംബന്ധിച്ചും खूब दुनिया पे जाहिर പ്രസ് മീറ്റിംഗിനെ സംബന്ധിച്ചും ജമാഅത്ത് അഹമ്മദിയ മുസ്ലിമയുടെ നിലപാടിനെ സംബന്ധിച്ചും तबसरे ऐसे भी थे इंटरनेट पे ലോകത്ത് നല്ലപോലെ പ്രചരിപ്പിക്കുകയുണ്ടായി. बात कही है, क्योंकि अक्सर लिखे इस बात पे बड़े ഇന്റർനെറ്റിലുള്ള ചില നിരൂപണങ്ങൾ ഇപ്രകാരമായിരുന്നു. उन्होंने ये भी लिखा कि ये तो ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അധികവും यही बात करता है എല്ലാവരും വളരെ പ്രശംസിക്കുകയാണ് ചെയ്യാറുള്ളത്. खास, ചിലർ ഇങ്ങനെയും എഴുതി, लेकिन ബുദ്ധിയുള്ള എല്ലാവരും ഇത് തന്നെയാണ് പറയുക. മിർസ മസൂർ അഹമ്മദ് എന്താണ് ഇത്ര കാര്യമായി പറഞ്ഞത്? बयान देखे എന്നാൽ ഒരു അഹമ്മദി वहाँ के भी എനിക്കെഴുതി, के भी ഞാൻ എല്ലാ നിരൂപണങ്ങളും വാർത്തകളും കേട്ടു, बहुत बात എല്ലാവരുടെയും അഭിപ്രായങ്ങളും കേട്ടു, नहीं दिलाई, പണ്ഡിതന്മാരുടെയും അവരുടെ നേതാക്കന്മാരുടെയും. दूध भेजो, അവർ വളരെ കാര്യങ്ങൾ പറഞ്ഞു. सिर्फ എന്നാൽ ആരും തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം അയക്കുക എന്ന് പറഞ്ഞില്ല. അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ജമാഅത്ത് അംഗങ്ങളെ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത്. നോക്കുക, പ്രതികരണം ഇങ്ങനെയും ആയിരിക്കണമെന്ന്. ये भी लिखा, അതായത് കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം അയക്കുക. इन्होंने ही ചിലർ എഴുതി, इस्लामी रद्द-ए-अमल दिखाई, നിങ്ങൾ അമുസ്ലിങ്ങൾ എന്ന് പറയുന്നവരാണ് हुई है। യഥാർത്ഥ ഇസ്ലാമിക പ്രതികരണം കാണിച്ചത്. इस तरह എന്തായാലും ഇതിന് നല്ല പ്രചരണം കിട്ടി. एक हकीकी मुसलमान का हकीकी रद्द-ए-अमल भी അങ്ങനെ ലോകത്തിന് മുന്നിൽ नाम की हकीकी तालीम ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ करती है, യഥാർത്ഥ പ്രതികരണം പ്രകടമായി. दुनिया को पता चल गया। അഹമ്മദിയ ജമാഅത്ത് സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തെക്കുറിച്ച് मिल गया മുഴു ലോകവും അറിഞ്ഞു. एक हकीकी मुसलमान ലോകത്തിനും ഇസ്ലാമിക ലോകത്തിനും अमल क्या होता है, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ശരിയായ പ്രതികരണം എന്താണെന്നും कि ये എന്താണ് ആകേണ്ടതുമെന്നുള്ള സന്ദേശം ലഭിച്ചു. कि इस तरह कवरेज हुई। ഇത്തരത്തിലുള്ള കവറേജ് ഉണ്ടായത് अगर अपनी അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താലും പിന്തുണയാലുമാണ്. इस्लामी मौक़िफ़ जो जमात अहमदिया पेश അല്ലായിരുന്നുവെങ്കിൽ നാം ശ്രമിച്ചാൽ തന്നെയും അഹമ്മദിയ ജമാഅത്ത് സമർപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക നിലപാടിനെ കുറിച്ച് ലോകത്തിന് അറിവ് ലഭിക്കുമായിരുന്നില്ല. बढ़ाना, इस कवरेज से അല്ലെങ്കിൽ വിശാലമായ നിലയിൽ हर जगह की जमात നമുക്ക് ലോകത്തേക്ക് എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഈ കവറേജിൽ നിന്ന് പ്രയോജനമെടുക്കേണ്ടതും എല്ലായിടത്തുമുള്ള എല്ലാ അഹമ്മദികളുടെയും ജോലിയാണ്. सरकार का सवाल है। കേന്ദ്രത്തിൽ നിന്നും मैंने खुतबे के हवाले ഇത് സംബന്ധിച്ചുള്ള പരിശ്രമത്തെക്കുറിച്ചുള്ള നിർദ്ദേശം से बहरहाल ये हिदायत और तरीक जो भी ഞാൻ ഖുത്ബയെ സംബന്ധിച്ച് അത് പ്രചരിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശവും രീതിയും कुछ वक्त ले ले, ഓഫീസിൽ നിന്ന് ജമാഅത്തുകൾക്ക് എത്തുന്നതാണ്, ജമാഅത്തുകളിൽ നിന്ന് ജമാഅത്ത് അംഗങ്ങളിലേക്കും എത്തുന്നതാണ്. बात सुन रहे हैं അത് ഒരുപക്ഷെ അല്പം താമസിച്ചേക്കാം, कि इस मौके से जो अल्लाह ताला ने കുറച്ച് ദിവസങ്ങൾ പിടിച്ചേക്കാം. എന്റെ ഖുതുബകൾ കേൾക്കുന്ന എല്ലാ അഹമ്മദികളും अपने अमल से അള്ളാഹു ഒരുക്കി തന്ന ഈ അവസരത്തിൽ सूरत तालीम पेश करें। ഒന്നാമതായി ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിനു മുമ്പിൽ ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. जैसा कि मैंने कहा, എന്നാൽ അതോടൊപ്പം തന്നെ फौरी तवज्जो देते हुए खुतबे का तर्जुमा अपनी अपनी जुबानों में ബന്ധപ്പെട്ട കേന്ദ്ര ഓഫീസും ജമാഅത്തും ഉടൻ ശ്രദ്ധ നൽകിക്കൊണ്ട് ഖുതുബയുടെ പരിഭാഷ दूर तक इस्लाम സ്വന്തം ഭാഷയിൽ ചെയ്തുകൊണ്ട് വളരെ വിശാലമായ നിലയിൽ പ്രസിദ്ധീകരിക്കുക. പ്രസിനെ സംബന്ധിച്ചും പരാമർശിക്കുക. പക്വതയാർജിച്ച എല്ലാവരിലേക്കും ഇസ്ലാമിന്റെ നിലപാടെത്തിക്കുക. पहलुओं को സംക്ഷിപ്തമായിട്ടുള്ള ഖുതുബയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ तुम्हें हम മനോഹര ദൃശ്യങ്ങളെ ദർശിക്കണമെങ്കിൽ मुहैया करते हैं, യഥാർത്ഥത്തിന്റെയും ചരിത്രത്തിന്റെയും വെളിച്ചത്തിൽ कर सकते हैं। ഞങ്ങൾ സാഹിത്യം എത്തിച്ചു തരുന്നതാണ് എന്നും അതിൽ പരാമർശിക്കുക. जो है मुख्तलिफ जमातों की भी हैं, उनका भी पता दें, मरकजी वेबसाइट का पता दें, ഇത് ചെയ്യാവുന്നതാണ്. लिटरेचर मौजूद हो। അതുപോലെ
നമ്മുടെ വിവിധ ജമാഅത്തുകളുടെ വെബ്സൈറ്റിനെ കുറിച്ചും അറിവ് നൽകുക, കേന്ദ്ര വെബ്സൈറ്റിനെയും പരിചയപ്പെടുത്തുക. അതിൽ ഈ ഗ്രന്ഥങ്ങളുണ്ട്. बाज लोगों ने अपने मशवरे दिए हैं ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. वाले से और प्रेस ചിലർ തങ്ങളുടെ അഭിപ്രായങ്ങളും वाले से പറഞ്ഞിട്ടുണ്ട്. जमात के मौक़िफ़ की तशहीर हुई है. ഈ ഖുതുബയും उसको പ്രസ്സുമായുള്ള ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട് के की ലോകത്ത് പ്രചരിച്ചിട്ടുള്ള ജമാഅത്തിന്റെ നിലപാടിനെ भरपूर उसके जरिए से आद रसूलुल्लाह की सीरत के हसीन पहलुओं को उजागर करने की നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ സുന്ദര ഭാഗങ്ങളെ സ്പഷ്ടമാക്കുന്നതിനായി अपने इलाके നിരന്തരമായി പരിശ്രമിക്കേണ്ടതാണ്. അതിൽ നിന്നും പ്രയോജനമെടുക്കേണ്ടതാണ്. कुतुब जिनका अंग्रेजी तर्जुमा हो തങ്ങളുടെ പ്രദേശത്തുള്ള ലൈബ്രറിയിലും इंग्लिस्तान में या अंग्रेजी ചരിത്രത്തെ സംബന്ധിച്ചുള്ള ജമാഅത്തി സാഹിത്യങ്ങൾ वहाँ रखवानी चाहिए. ലഭ്യമാക്കേണ്ടതാണ്. नीज अगर किसी അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും തയ്യാറായിട്ടുണ്ട്. യൂറോപ്പിലും ഇംഗ്ലണ്ടിലും की जा सकती അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാഷ്ട്രങ്ങളിലും ഈ ഗ്രന്ഥം എത്തിക്കേണ്ടതാണ്. जैसा कि मैंने कहा ഇനി ഏതെങ്കിലും വിഭാഗത്തിന് സൗജന്യമായി കൊടുക്കേണ്ടി വന്നാലും या ചെയ്യേണ്ടതാണ്. किसी और जुबान में तर्जुमा हो പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ फैलाया जाए. തർജ്ജമ ചെയ്യപ്പെട്ട ഗ്രന്ഥം तस्लीह तो मुझसानी അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയത് लाइफ ऑफ मोहम्मद ഇതിനെ ധാരാളമായി പ്രചരിപ്പിക്കുക. ഉദാഹരണമായി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലയുടെ ഗ്രന്ഥം हो कि ലൈഫ് ഓഫ് മുഹമ്മദ് तो नबी का कुछ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. बाकी भी അതുപോലെ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമായ शाया करवाएं. സീറത്ത് ഖാത്തമുൻ നബീന്റെ കുറച്ചു ഭാഗം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. जैसा कि വക്കാലത്ത് തസ്നീഫ് ബാക്കി ഭാഗവും കൂടി വേഗത്തിൽ തർജ്ജമ ചെയ്യിച്ച് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. किताब ये एक मुख्तसर किताब है ഏതായാലും जिसमें ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ലൈഫ് ഓഫ് മുഹമ്മദ് कवर किया गया അതൊരു ചെറിയ ഗ്രന്ഥമാണ്. मुख्तसर അതിൽ रंग में तौर पर ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും देबाचा तफसीरुल कुरान സംക്ഷിപ്തമായി വലയം ചെയ്തിട്ടുണ്ട്. का असल में ये एक हिस्सा है, इसका कुछ हिस्सा जिसमें तारीखी बयान ദിബാച്ച തഫ്സീറുൽ ഖുർആൻ सीरत भी बयान होगा. എന്ന ഗ്രന്ഥത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം. അതിൽ ചരിത്രവും ജീവിതവും देबाचे का ही പരാമർശിച്ചിട്ടുണ്ട്. तारीख से मुतल्लिका है उतना. ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള बहरहाल ദീപാച്ചയുടെ മുഴുവൻ ഭാഗവുമാണിത്. हाँ हजरत അത് सल्लल्लाहु अलैहि वसल्लम की जिंदगी നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. उजागर होकर सामने आ जाता ഏതായാലും അത് വായിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും बात होनी चाहिए. വെളിപ്പെടുന്നു. वकील इशाअत और तसनीफ വളരെ വിപുലമായ നിലയിൽ नोट करें मुझे कि किस ഇത് जुबान में പ്രസിദ്ധീകരിക്കേണ്ടതാണ്. इसका तर्जुमा हो चुका है. വക്കീലെ ഇഷാത്ത് ഓർ തസ്നീഫ് अगर स्टॉक में नहीं है ഏതെല്ലാം ഭാഷകളിൽ ഇതിന്റെ പരിഭാഷ ആയിക്കഴിഞ്ഞു എന്നെനിക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. और फ्रेंच में भी शायद है. बहरहाल അഥവാ സ്റ്റോക്ക് ഇല്ല എങ്കിൽ പെട്ടെന്ന് അത് പ്രസിദ്ധീകരിക്കുക. के सामने हमने ജർമ്മൻ ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും ഇതിന്റെ പരിഭാഷകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇതിന്റെ റിപ്പോർട്ട് തരിക. रखना है ലോകത്തിന് മുന്നിൽ നാം और इसको हमें നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഹൃദ്യമായ വശങ്ങളെ സമർപ്പിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ബാധ്യതയാണ്. എങ്ങനെയായാലും के साथ പരിശ്രമം നടത്തി ഇത് നിറവേറ്റേണ്ടതാണ്. इसके लिए हर तरह की ഇന്ന് ഈ ജോലി താൽപര്യത്തോടുകൂടി बढ़कर कोशिश അഹമ്മദിയ ജമാഅത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. करती हूँ. जल्द से അതിനായി എല്ലാവിധത്തിലുള്ള പരിപാടികളിലും वगैरह को ज्यादा से ज्यादा മുമ്പത്തേക്കാൾ ഉപരി പരിശ്രമിക്കേണ്ടതുണ്ട്. സെമിനാറും സംഘടിപ്പിക്കുക, സമ്മേളനങ്ങളും സംഘടിപ്പിക്കുക, खुतबा അന്യരെ കൂടുതലായി में तर्जुमा कर ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. कॉन्फ्लिक्ट की सूरत में ഞാൻ പറഞ്ഞതുപോലെ बनाकर एक എന്റെ കഴിഞ്ഞ ഖുതുബ पहले എല്ലാ ഭാഷകളിലും പരിഭാഷപ്പെടുത്തി ചെറിയ പാംഫ്ലെറ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കി लेकिन इसका ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മുൻപ് സമാധാനത്തെക്കുറിച്ചുള്ള ലീഫ്ലെറ്റ്സ് വിതരണം ചെയ്തതുപോലെ ഇതിനെയും വിതരണം ചെയ്യുക. എന്നാൽ ഇതിൽ താമസമുണ്ടാകാൻ പാടില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇത് ये लोग സാധ്യമാണ്. बाज नहीं आ ഇത് നടത്തേണ്ടതുമാണ്. आएंगे വലിയ രാജ്യങ്ങളിൽ ഇതിന്റെ പ്രസിദ്ധീകരണ ജോലി വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുന്നതുമല്ല. പൊതുവിൽ മുസ്ലിങ്ങൾ കാണിക്കുന്ന പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത് ജനങ്ങൾ हरकतों को കൂടുതൽ നമ്മുടെ से दूसरे मुल्क ഹൃദയങ്ങളെ വ്രണിതമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. തങ്ങളുടെ നീച പ്രവർത്തനങ്ങളെ के किसी अखबार ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ये है कि तुम 2 ദിവസം മുമ്പ് और ये സ്പെയിനിലെ ഏതോ ഒരു പത്രവും ഒരു കോളം ഉണ്ടാക്കി പ്രസിദ്ധപ്പെടുത്തി. ഇത് തമാശയാണെന്നും
മുസ്ലിങ്ങളുടെ പ്രതികരണത്തിന്റെ മറുപടിയാണെന്നുമാണ് പറഞ്ഞത്. और पढ़े लिखे लोगों को അതിനാൽ के लिए ഇവരുടെ വായടക്കുന്നതിനായി तरीक दुनिया का अमन കുറഞ്ഞപക്ഷം മാന്യരും വിദ്യാസമ്പന്നരുമായവർക്ക് ताकि ഇത് തെറ്റായ മാർഗമാണെന്നും इनके ലോക സമാധാനത്തെ നശിപ്പിക്കുന്നതാണെന്നും പറഞ്ഞു കൊടുക്കുന്നതിനായി നല്ലപോലെ പരിശ്രമിക്കേണ്ടതുണ്ട്. यहाँ यूके സാധ്യമായിടത്തോളം ഇവരുടെ ദ്രോഹപരമായ നിലപാടിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് आई गई थी। ഇവിടെ UK-യിലും इस हवाले से കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലും साल ही രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലി കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിക്കുകയുണ്ടായി. इसको ഇതിനോടനുബന്ധിച്ച് മുഴുവൻ വർഷവും ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, मलका അല്ലെങ്കിൽ कि जब डायमंड അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. मसीह मौद ഇപ്പോഴും അതിലേക്ക് ശ്രദ്ധയുണ്ട്. के नाम से किताब लिखी വിക്ടോറിയ രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലി നടന്നപ്പോൾ जिसमें जहां ഹദരത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തൂഫെ കൈസരിയ എന്ന പേരിൽ ഗ്രന്ഥം രചിച്ച് രാജ്ഞിക്ക് അയച്ചു കൊടുത്തിരുന്നു. की थी അതിൽ രാജ്ഞിയുടെ നീതിയിലധിഷ്ഠിതമായ ഭരണത്തെ പ്രശംസിച്ചതോടൊപ്പം തന്നെ मन के क़याम और मुख्तलिफ मज़ाहिब ഇസ്ലാമിന്റെ സന്ദേശവും എത്തിച്ചിരുന്നു. और मजहबी बुजुर्गों കൂടാതെ और अम्बिया ലോകത്ത് ശാന്തി നിലനാട്ടുന്നതിനെക്കുറിച്ചും വിവിധ മതങ്ങളുടെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചും और ये മതഗുരുക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ആദരവിനെയും ബഹുമാനത്തെയും കുറിച്ചും ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. डायमंड जुबली हुई है। സമാധാനം നിലനാട്ടുന്നതിനുള്ള മാർഗം എന്തായിരിക്കണം എന്നതും വിശദമായി പ്രതിപാദിച്ചിരുന്നു. साथ इसको ഇപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലി നടന്നപ്പോൾ തോഫെ കൈസരിയയുടെ പരിഭാഷ സുന്ദരമായി പ്രിന്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് जिसको इस രാജ്ഞിക്ക് അയച്ചു കൊടുത്തിരുന്നു. किताब तोहफे के तौर पर साथ मेरा खत भी था उनकी तरफ से मुझे രാജ്ഞിയുമായി ബന്ധപ്പെട്ട വകുപ്പിന് ഗ്രന്ഥം ഉപഹാരമായി നൽകിയപ്പോൾ कि मलका की അതോടൊപ്പം എന്റെ കത്തുമുണ്ടായിരുന്നു. में रख दी गई है और मलका इसको അവരിൽ നിന്നും എനിക്ക് മറുപടിയും ലഭിച്ചു, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്. लेकिन जो हमारी जिम्मेदारी രാജ്ഞിയുടെ ഗ്രന്ഥശേഖരത്തിൽ अदा करने की कोशिश ഇത് വെച്ചിട്ടുണ്ടെന്നും രാജ്ഞി ഇത് വായിക്കുന്നതാണെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും വായിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വത്തെ നിറവേറ്റാൻ നാം ശ്രമിക്കുകയുണ്ടായി. साथ हैं जो उस जमाने में भी थे അക്കാലത്ത് ലോകത്ത് സംജാതമായിരുന്ന से बढ़ रहे हैं അശാന്തിയുടെ അവസ്ഥയാണ് और इस्लाम पर हमला आ हजरत ഇന്നുമുള്ളത്. पर മാത്രമല്ല ചില കാര്യങ്ങളിൽ आपका വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇസ്ലാമിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിലുമുള്ള ആക്രമണവും इसलिए हज़रत मसीह അങ്ങയെ പരിഹസിക്കുന്നതും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. पैगाम की तशहीर की आज भी बहुत അതിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. अमन അതുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സന്ദേശത്തിന്റെ പ്രചരണം ഇന്ന് വളരെയധികം അത്യാവശ്യമാണ്. से भी होनी चाहिए അതിൽ ശാന്തിയുടെയും മതത്തെ ആദരിക്കുന്നതിന്റെയും ഭാഗങ്ങളും കൂടാതെ കോൺഫറൻസുകൾ വേണം. അവ എപ്രകാരമുള്ളതായിരിക്കണം छाप कर यहाँ भी और दुनिया में भी तकसीम करने എന്നതെല്ലാം ഒരു പാംഫ്ലെറ്റിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് का काम होना चाहिए ഇവിടെയും ലോകത്തും വിതരണം ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. बनेगा ज्यादा से ज्यादा 4-5 ഇതിനെ സംബന്ധിച്ചും പെട്ടെന്ന് നടപടി ഉണ്ടാകേണ്ടതാണ്. जिसमें हज़रत मसीह मौद अलैहिस्सलातु ഇത് 2-3 പേജിലുള്ള സന്ദേശമായിരിക്കും, वस्सलाम का കൂടിയാൽ 4-5 പേജായിരിക്കും. मिसाल दी है कि अगर किसी അതിൽ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് ഉദാഹരണം നൽകുന്നു. झूठा कानून बनाकर फैलाए അഥവാ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ പേരിൽ तो हुकूमत का करिंदा ആരെങ്കിലും വ്യാജ നിയമമുണ്ടാക്കി പ്രചരിപ്പിക്കുകയാണെങ്കിൽ हुकूमत की मशीनरी हरकत സ്വയം തന്നെ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി സ്ഥാപിക്കുകയും ചെയ്താൽ कार्रवाई करती है അല്ലെങ്കിൽ അതിന് ശ്രമിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ സംവിധാനം ഇടപെടുന്നു. अल्लाह ताला അങ്ങനെയുള്ള വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ എതിരായി നടപടിയെടുക്കുന്നു. അപ്പോൾ അള്ളാഹു തന്നെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ പറയപ്പെടുന്നതിനെ സഹിക്കുകയും की तरफ से പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക സാധ്യമാണോ? और उनकी जमातें भी പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്ന് तो ये സന്ദേശം കൊണ്ടുവരുന്നത് വാദിക്കുമ്പോൾ कि ये അവരുടെ പ്രസ്ഥാനം വളരുമ്പോൾ या ये लोग खुदा ताला की അത് തെളിയിക്കുന്നത് ആ പ്രസ്ഥാനം അല്ലെങ്കിൽ അവർ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നാണ്. ताकि दुनिया का അതിനാൽ അള്ളാഹുവിനാൽ നിയോഗിതരായവരെ ബഹുമാനിക്കേണ്ടതാണ് फरमाया ലോകത്തിൽ സമാധാനം നിലനിൽക്കുന്നതിനായി. और क्या സമാധാനം बया का എങ്ങനെയുള്ളതായിരിക്കണം, പ്രവാചകന്മാരുടെ സ്ഥാനം എന്താണ് എന്നതിനെക്കുറിച്ച് ആ മഹാത്മാവ് പ്രതിപാദിച്ച ഒരു ഭാഗം ഞാൻ പരാമർശിക്കുകയാണ്. അങ്ങ് പറയുന്നു, दुनियावी हुकूमतें അള്ളാഹുവിന്റെ സനാതന ചര്യയിലും बर्दाश्त ഇതേ നിയമം തന്നെയാണ്. ऐसी बात അതായത് ഭൗതിക ഭരണകൂടവും
തങ്ങളെ സംബന്ധിച്ച് പറയാത്ത കാര്യം പറഞ്ഞാൽ സഹിക്കില്ല എന്ന നിയമം. ताला कितना बर्दाश्त करेगा? फरमाया सो यही कानून खुदा ताला की कदीम सुन्नत में അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് സഹിക്കുക? नबूवत के झूठे दावा करने वाले को പറയുന്നു, അള്ളാഹുവിന്റെ സനാതന ചര്യയിലും ഇതേ നിയമം തന്നെയാണുള്ളത്. അവൻ വ്യാജ പ്രവാചകത്വം വാദിക്കുന്നവന് സാവകാശം നൽകുന്നതല്ല, മറിച്ച് അങ്ങനെയുള്ള വ്യക്തി വേഗത്തിൽ പിടിക്കപ്പെടുകയും തന്റെ ശിക്ഷയിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഈ നിയമത്തെ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിക്കുകയും പിന്നീട് ആ വാദം വേരുപിടിക്കുകയും അവരുടെ മതം ലോകത്ത് പ്രചരിക്കുകയും പ്രബലത കൈവരിക്കുകയും നീണ്ട ആയുസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരെയും നാം ആദരവോടുകൂടി കാണേണ്ടതാണ്. या उस मजहब के पाबंदों को बदचलनियों में गिरफ्तार मुशाहिदा करें. അഥവാ നാം അവരുടെ മതഗ്രന്ഥങ്ങളിൽ തെറ്റുകൾ കാണുകയോ അല്ലെങ്കിൽ ആ മതത്തിന്റെ പിൻഗാമികൾ തിന്മേൽ മുഴുകിയവരായി കാണുകയോ ആണെങ്കിൽ ആ എല്ലാ ആരോപണവും ആ മതങ്ങളുടെ സ്ഥാപകരിൽ നാം ഉന്നയിക്കരുത്. इज्तिहादी गलतियों का तफसीरों में दाखिल हो जाना കാരണം मुमकिन है ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ സാധ്യമാണ്. कि कोई शख्स खुला खुला വ്യാഖ്യാനങ്ങളിൽ തെറ്റിദ്ധാരണകൾ കടന്നുകൂടുക സാധ്യമാണ്. और कहे कि मैं उसका नबी हूं. എന്നാൽ ഒരു വ്യക്തി സ്പഷ്ടമായ നിലയിൽ അള്ളാഹുവിൽ കറ്റുകെട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അവന്റെ നബിയാണെന്ന് പറയുകയും ना उसका कलाम ഇത് ദൈവിക വചനമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വചനങ്ങൾ സമർപ്പിക്കുകയും ചെയ്താൽ അയാൾ നബിയുമല്ല, ആ വചനങ്ങൾ ദൈവവചനവുമല്ല എങ്കിൽ सच्चों की तरह പിന്നെ അള്ളാഹു അയാൾക്ക് സത്യവാൻമാരെ പോലെ സാവകാശം നൽകുകയും आयत मुबारक സത്യവാൻമാരെ പോലെ के सुलाकारी അയാളുടെ സ്വീകാര്യത പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല. जिनका मजहब അതിനാൽ बढ़ गया और उम्र पा गया. ആരുടെ മതമാണോ വേരുറക്കുകയും ആയുസ് കരസ്ഥമാക്കുകയും കോടിക്കണക്കിന് ജനങ്ങൾ ആ മതത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ളത്, और अगर इस അങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരെയും നാം സത്യപ്രവാചകരായി അംഗീകരിക്കുക എന്ന അടിസ്ഥാന പ്രമാണം വളരെ ഉത്തമമായതും അനുഗ്രഹീതവും അതോടൊപ്പം രഞ്ജിപ്പുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനം ഇടുന്നതുമാണ്. ഇത് വളരെയധികം നല്ല പ്രമാണമാകുന്നു. അഥവാ മുഴു ലോകവും ഈ പ്രമാണത്തെ അനുസരിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കലഹങ്ങളും പൊതുസമാധാന സ്ഥാപനത്തിന് തടസ്സമായിട്ടുള്ള മതനിന്ദയും ഇല്ലാതായിത്തീരുന്നതാണ്. ഏതെങ്കിലും മതത്തിന്റെ അനുയായികളെ സ്വന്തം ബുദ്ധിയിൽ വ്യാജനും കട്ടുകെട്ടുകാരനുമാണെന്ന് കരുതുന്നയാൾ ആ ചിന്ത കാരണത്താൽ ധാരാളം കലഹങ്ങൾ കടിത്തറ നൽകുന്നു എന്നത് സ്പഷ്ടമാണ്. अल्फाज बोलते हैं തീർച്ചയായും അയാൾ അപമാനിക്കുക എന്ന അപരാധത്തിന് അടിപ്പെടുകയും और सुलह का ആ നബിയുടെ മഹത്വത്തിനെതിരിൽ വളരെ ധിക്കാരപരമായ ഭാഷ പ്രയോഗിക്കുകയും ये ख्याल വാക്കുകളെ അസഭ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. और वो अपने गुस्ताख രഞ്ജിപ്പിനും പൊതുസമാധാന സ്ഥാപനത്തിനും തടസ്സം നിൽക്കുന്നു. എന്നാൽ അവരുടെ ആ ചിന്ത തികച്ചും തെറ്റായിരിക്കും. जो एक झूठे को അവർ തങ്ങളുടെ ധിക്കാരപരമായ സംഭാഷണങ്ങളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അതിക്രമിയാകുന്നു. റഹീമും കരീമുമായ അള്ളാഹു ഒരു വ്യാജവാദിയെ അകാരണമായി പ്രശസ്തി നൽകിക്കൊണ്ട് അയാളുടെ മതത്തിന്റെ വേരുറപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ചതിക്കുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. ഒരു വ്യക്തി കറ്റുകെട്ടുകാരാണെന്നും വ്യാജവാദിയും ആയിരിക്കെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ സത്യപ്രവാചകന്മാർക്ക് സമാനമാക്കുക എന്നത് അവൻ അനുവദിക്കുന്നതല്ല. ചുരുക്കത്തിൽ അള്ളാഹു കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ അവരുടെ ആദരവും ബഹുമാനവും സ്ഥാപിക്കുകയും അവരുടെ മതങ്ങളുടെ വേരുറപ്പിക്കുകയും നൂറ്റാണ്ടുകളോളം ആ മതം നിലനിന്നു വരികയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ലോകത്ത് അവതരിച്ച എല്ലാ പ്രവാചകന്മാരെയും അവർ ഇന്ത്യയിലോ പേർഷ്യയിലോ ചൈനയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലോ വെളിപ്പെട്ടതായി കൊള്ളട്ടെ, असूल है जो സത്യവാൻമാരായി കണക്കാക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാന പ്രമാണം വളരെ സുന്ദരവും ശാന്തിദായകവും രഞ്ജിപ്പിന് അടിസ്ഥാനമിടുന്നതും ധാർമ്മിക അവസ്ഥകളെ സഹായിക്കുന്നതുമായിരിക്കും. ഈ ഒരു അടിസ്ഥാന തത്വമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ഇതേ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരുടെ ജീവിതമാണോ ഈ നിർവചനത്തിന് കീഴിൽ വരുന്നത് ആ എല്ലാ മതഗുരുക്കന്മാരെയും ആദരവോടുകൂടി കാണേണ്ടതുണ്ട്. അവർ ഹിന്ദു മതത്തിന്റെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ പേർഷ്യൻ മതത്തിന്റെയോ ചൈനക്കാരുടെ മതത്തിന്റെയോ യഹൂദ മതത്തിന്റെയോ ക്രിസ്തു മതത്തിന്റെയോ ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ. എന്നാൽ നമ്മുടെ എതിരാളികൾ നമ്മോട് ഇത്തരത്തിൽ പെരുമാറുവാൻ കഴിയില്ല എന്നതിൽ ദുഃഖമുണ്ട്. അള്ളാഹു വ്യാജ നബിക്ക് ഒരു സത്യനബിക്ക് നൽകുന്നത് പോലെയുള്ള അനുഗ്രഹവും ആദരവും നൽകുന്നതല്ല എന്നും വ്യാജനബിയുടെ മതം സത്യനബിയുടെ മതത്തെ പോലെ വേരുപിടിക്കുകയും ആയുസ് ലഭിക്കുകയും ചെയ്യുന്നതല്ല എന്നുമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധവും മാറ്റവുമില്ലാത്തതുമായ നിയമം അവർക്കറിയില്ലേ? അതിനാൽ സമുദായത്തിന്റെ പ്രവാചകന്മാരെ വ്യാജരായി ചിത്രീകരിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എപ്പോഴും രഞ്ജിപ്പിന്റെയും സമാധാനത്തിന്റെയും ശത്രുക്കളാകുന്നു. കാരണം സമുദായത്തിന്റെ മഹത് വ്യക്തികളെ അസഭ്യം പറയുന്നതിനേക്കാൾ വലിയ കലാപഹേതുവായ മറ്റൊരു കാര്യവുമില്ല തന്നെ.
പലപ്പോഴും തങ്ങളുടെ മതഗുരുക്കന്മാർക്കെതിരിൽ അസഭ്യം കേൾക്കുന്നതിനേക്കാൾ മരണമാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. അഥവാ നമുക്ക് ഏതെങ്കിലും മത അധ്യാപനങ്ങളിൽ ആക്ഷേപമുണ്ടെങ്കിൽ ആ മതത്തിന്റെ നബിയെ അപമാനിക്കരുത്, അവരെ അസഭ്യം പറയരുത്. മറിച്ച് ആ സമുദായത്തിന്റെ നിലവിലുള്ള പ്രവർത്തന രീതിയിൽ അതായത് ആക്ഷേപം ഉന്നയിക്കാം. അഥവാ ആ സമുദായത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ തെറ്റിൽ ആക്ഷേപം ഉന്നയിക്കാം, നബിമാരിലല്ല. പറയുന്നു, അള്ളാഹുവിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യരിൽ ആദരവ് പിടിച്ചുപറ്റുകയും നൂറ്റാണ്ടുകളായി അവരുടെ സ്വീകാര്യത നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രസ്തുത പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നതിന്റെ ശക്തിമത്തായ തെളിവ് എന്ന് ദൃഢമായി വിശ്വസിക്കുക. അഥവാ അവർ അള്ളാഹുവിനാൽ സ്വീകാര്യനല്ല എങ്കിൽ ഇത്രത്തോളം ആദരവ് ലഭിക്കില്ല. കാറ്റുകെട്ടുകാരന് ആദരവ് നൽകുകയും കോടിക്കണക്കിന് ദാസരിൽ അയാളുടെ മതത്തെ പ്രചരിപ്പിക്കുകയും ഒരു നീണ്ട കാലം വരെ ആ വ്യാജ മതത്തിനെ സംരക്ഷിക്കുക എന്നതും അള്ളാഹുവിന്റെ രീതിയിലല്ല. അതിനാൽ ലോകത്ത് പ്രചരിക്കുകയും നിലയുറപ്പിക്കുകയും ആദരവും ആയുസ്സും കരസ്ഥമാക്കുകയും ചെയ്ത മതം തന്റെ അടിസ്ഥാന പ്രമാണങ്ങളനുസരിച്ച് ഒരിക്കലും വ്യാജമല്ല. അതിനാൽ ആ അധ്യാപനം ആക്ഷേപാർഹമാണെങ്കിൽ അതിന്റെ കാരണം ഇവയാകുന്നു. 3 കാരണങ്ങളാണ് ആ മഹാത്മാവ് ഇതിനെ പരാമർശിച്ചിട്ടുള്ളത്. പറയുന്നു, ഇക്കാലഘട്ടത്തിൽ ആ മതം ആക്ഷേപാർഹമാണെങ്കിൽ അതിന് 3 കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പറയുന്നു, അതിന്റെ കാരണം ഇതാണ്. 1, ആ നബിയുടെ നിർദ്ദേശങ്ങളിൽ കൈകടത്തൽ നടത്തി, അതായത് നബി നൽകിയ നിർദ്ദേശങ്ങളെ മാറ്റിമറിച്ചു. 2, അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റ് സംഭവിച്ചത് കാരണമാകാം, അതിന് തെറ്റായ വ്യാഖ്യാനം നൽകി. 3-മത്തെ കാര്യം, അല്ലെങ്കിൽ നാം സ്വയം ഉന്നയിക്കുന്ന ആക്ഷേപം ശരിയായിരിക്കില്ല. ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് പോലെ ചരിത്രം വായിച്ചിട്ടില്ല, സംഭവങ്ങളും വായിച്ചിട്ടില്ല, ഖുർആനും മനസ്സിലായിട്ടില്ല. പറയുന്നു, ചില പാതിരി സാഹിബുമാർ തങ്ങളുടെ അല്പബുദ്ധി കാരണത്താൽ തൗറാത്തിൽ സത്യവും ദൈവിക അധ്യാപനവുമായി വിശ്വസിച്ച വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുന്നതായി കാണുന്നു. അത്തരത്തിലുള്ള ആക്ഷേപം സ്വയം തങ്ങളുടെ തെറ്റോ അല്ലെങ്കിൽ തിടുക്കമോ ആയിരിക്കും. പറയുന്നു, ചുരുക്കത്തിൽ ഏത് പ്രവാചകന്മാരുടെ സത്യത്തെ സംബന്ധിച്ചാണോ കോടിക്കണക്കിന് ജനങ്ങൾ നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്നതും അള്ളാഹുവിന്റെ സഹായങ്ങൾ പുരാതന കാലം മുതൽ അവരോടൊപ്പം ഉള്ളതും അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഒരിക്കലും വ്യാജനായി വിധിക്കരുത് എന്ന അടിസ്ഥാന തത്വത്തിലാണ് ലോകത്തിന്റെ നന്മയും ശാന്തിയും രഞ്ജിപ്പും തക്കുവയും ദൈവഭയവും കുടികൊള്ളുന്നത്. ഒരു സത്യാന്വേഷി, അയാൾ ഏഷ്യക്കാരനോ യൂറോപ്യനോ ആകട്ടെ, നമ്മുടെ ഈ അടിസ്ഥാന തത്വം ഇഷ്ടപ്പെടുകയും നമ്മുടെ അടിസ്ഥാന തത്വം എന്തുകൊണ്ടിങ്ങനെ ആയില്ല എന്നതിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നതിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രാജ്ഞിക്ക് എഴുതുന്നു, ഞാൻ ഈ അടിസ്ഥാന പ്രമാണത്തെ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും, അക്കാലത്ത് ഇന്ത്യയിൽ അവരുടെ ഭരണമായിരുന്നു, ആദരവായ കൈസറ രാജ്ഞിയുടെ സമക്ഷത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, ലോകത്ത് സമാധാനം നിലനാട്ടുന്ന ഒരേ ഒരു അടിസ്ഥാന പ്രമാണം നമ്മുടേത് മാത്രമാണ്. ഈ സുന്ദരവും ഹൃദയഹാരിയുമായ അടിസ്ഥാന തത്വത്തെ പ്രത്യേകമായി കൂടെ നിർത്തുന്നുവെന്നതിൽ ഇസ്ലാമിന് അഭിമാനിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹം ഒരു ലോകത്തെ അനുയായികളാക്കുകയും നൂറ്റാണ്ടുകളോളമായി രാജാക്കന്മാരുടെ കഴുത്തുകൾ അവരുടെ മുമ്പിൽ കുനിച്ചുകൊണ്ട് വരുന്ന തരത്തിലുള്ള മഹത്തുക്കളെ അപമാനിക്കുന്നത് നമുക്ക് യോജിച്ചതാണോ? ദൈവത്തെ സംബന്ധിച്ച് അവൻ വ്യാജന്മാർക്ക് സത്യവാന്മാരുടെ പ്രതാപം നൽകിക്കൊണ്ടും സത്യവാന്മാരെ പോലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഗുരുക്കന്മാരാക്കിക്കൊണ്ടും അവരുടെ മതത്തിന് ദീർഘായുസ് നൽകിക്കൊണ്ടും അവരുടെ മതത്തെ പിന്തുണച്ചുകൊണ്ടും ആകാശീയ അടയാളങ്ങൾ പ്രകടമാക്കിക്കൊണ്ടും ലോകത്തെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ദുർഭാവനച്ച് പുലർത്തുന്നത് നമുക്ക് ചേർന്നതാണോ? അഥവാ അള്ളാഹു തന്നെ നമ്മെ ചതിക്കുകയാണെങ്കിൽ പിന്നെ നാം എങ്ങനെയാണ് നേർമാർഗത്തെയും ദുർമാർഗത്തെയും വേർതിരിച്ചറിയുന്നത്? ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. വ്യാജനബിയുടെ പ്രൗഢിയും പ്രതാപവും സ്വീകാര്യതയും മഹത്വവും സത്യവാന്മാരുടേതുപോലെ പ്രചരിക്കാവതല്ല. വ്യാജന്മാരുടെ പദ്ധതികളിൽ സത്യവാന്മാരുടെ പ്രവർത്തനങ്ങളിൽ സംജാതമാകേണ്ട പ്രഭ ഉണ്ടാകരുത്. അതുകൊണ്ട് സത്യവാന്മാരുടെ 1-മത്തെ അടയാളം അള്ളാഹുവിന്റെ ശാശ്വതമായ പിന്തുണയുടെ ശൃംഖല അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും അള്ളാഹു അവരുടെ മതത്തിന്റെ ചെടിയെ കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ നടുകയും ആയുസ് നൽകുകയും ചെയ്യുന്നു എന്നതാണ്. അതിനാൽ ഏത് നബിയുടെ മതത്തിലാണോ നാം ഈ അടയാളങ്ങൾ കാണുന്നത്, നാം നമ്മുടെ മരണത്തിന്റെയും നീതിയുടെയും ദിനത്തെ സ്മരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മഹാനായ മതഗുരുക്കന്മാരെ അപമാനിക്കരുത്. പ്രത്യുത യഥാർത്ഥമായി ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ച പ്രഥമ അടിസ്ഥാന തത്വമാണിത്. അതിലൂടെ നാം വലിയ ധാർമ്മിക ഗുണത്തിന് അവകാശികളുമായിരിക്കുന്നു.
अगर देखा जाए വിവിധ മതങ്ങളുടെ വക്താക്കൾ തങ്ങളുടെ മതങ്ങളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കോൺഫറൻസുകളും ഉണ്ടാകേണ്ടതാണെന്നും ആ മഹാത്മാവ് പറയുകയുണ്ടായി. और तादाद के लिहाज से ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ हाल दुनिया का दूसरा मजहब बड़ा मजहब है, പ്രവർത്തന രൂപത്തിൽ इसलिए बहरहाल ഇസ്ലാം പ്രഥമ മതമാണ്. दूसरे मजहब को मुसलमानों की इज्जत करनी അംഗസംഖ്യയിൽ ഏതായാലും वसल्लम की ലോകത്തെ രണ്ടാമത്തെ വലിയ മതമാണ്. का जो हक है वो अदा करने की कोशिश करनी चाहिए. അതുകൊണ്ട് എന്തായാലും फसाद ലോകത്തുള്ള മറ്റ് മതവിഭാഗക്കാർ മുസ്ലിങ്ങളെ ബഹുമാനിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സിന്റെയും ബഹുമാന്യതയുടെയും അവകാശം നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കലഹങ്ങളും അശാന്തിയും ലോകത്ത് ഉടലെടുക്കുന്നതാണ്. का फरिश्ता समझते हैं, നാം ലോകത്തുള്ള മതങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ दीन ने हमें दी है. അവയുടെ ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും ദൈവ നിയോഗിതരായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ इस्लाम വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ हजरत നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഈ ഒരു ഹൃദ്യമായ അധ്യാപനത്താൽ തന്നെ बेहुदा किस्म की ഇസ്ലാമിന്റെ ശത്രുക്കൾ हम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരിൽ അനുചിതമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടും അസഭ്യമായ ചിത്രങ്ങൾ വരച്ചിട്ടും നാം ഒരു മതത്തിന്റെയും മഹാത്മാക്കളെയും നബിമാരെയും മറുപടിയായ തെറ്റായ വാക്കുകളാൽ ഉച്ചരിക്കുന്നുമില്ല, പരിഹസിക്കുന്നുമില്ല. എന്നിട്ടും മുസ്ലിങ്ങൾ സമാധാന ധ്വംസകരാണെന്ന് പറഞ്ഞ് ഇരകളാക്കുന്നു. जज्बात को भड़काने की कोशिश करते हैं, ആദ്യം സ്വയം ഇവർ തന്നെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. तो कहते हैं कि വികാരത്തെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നു. यहीं तो शद्दुद पसंद, പിന്നീട് വികാരം ജ്വലിക്കുമ്പോൾ പറയുന്നു, നോക്കുക, മുസ്ലിങ്ങൾ जैसे कि मैंने തീവ്രവാദികളാണ്, ഇവർക്കെതിരിൽ എല്ലാ നടപടികളും സ്വീകരിക്കുക. दीन इस्लाम को ये सब कुछ करने की കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞതുപോലെ मुसलमान एक होकर नहीं रहते. ഇസ്ലാമിന്റെ വിരോധികൾക്ക് हम ഇതെല്ലാം ചെയ്യുന്നതിനുള്ള ധൈര്യം ഉണ്ടാകാൻ കാരണം ताला ने മുസ്ലിങ്ങൾ मसीह ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നതാണ്. हाथ पर जमा कर दिया. എന്നാൽ हमारा काम അള്ളാഹു कि दुनिया को हदायत വാഗ്ദത്ത മഹദിയുടെയും മസീഹിന്റെയും കയ്യിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അഹമ്മദിയ മുസ്ലിങ്ങളായ നമ്മുടെ ജോലി इस्लाम के ലോകത്തിന് നേർമാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗം പറഞ്ഞു കൊടുക്കുക. को ഞാൻ വായിച്ച ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെ കൂടുതലായി പ്രചരിപ്പിക്കുക. सारों को ലോകത്തിന് യഥാർത്ഥ कि आ ഇസ്ലാമിക അധ്യാപനത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിനായി और एक हकीकी നമ്മുടെ ഹൃദയത്തിൽ, क्या है, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഹൃദയത്തിൽ आप सल्लल्लाहु अलैहि वसल्लम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്ഥാനം എന്താണെന്നും और आपका उसवा हसना നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും क्या हुस्न അങ്ങയുടെ സൽ മാതൃകയും एक हकीकी എത്രമാത്രം ഹൃദയഹാരിയാണെന്നും ഭൗതികർക്കറിയില്ല. आप सल्लल्लाहु अलैहि वसल्लम से എത്ര മനോഹാരിതയാണ് ഇതിലുള്ളത്. इसका ये लोग अंदाजा ही नहीं कर सकते. ഒരു യഥാർത്ഥ മുസ്ലിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രത്തോളം സ്നേഹവും പ്രേമവുമാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. साबित ने നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പ്രകടനം ഇന്നേക്ക് 1400 വർഷം മുമ്പ് आमे या ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ ഒരു കവിതാ ശകലത്തിലൂടെ മാത്രമല്ല വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറയുകയുണ്ടായി, കുൽത്തു സവാദ ലിനാദിരി ഫഅമിയ അലൻ നാദിരി അല അൻജാഹു ബഅദക ഫൽയമുത് വഅലൈക കുൻതു ഹാദിർ. അതായത്, അല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു. तेरी मौत ഇന്ന് താങ്കളുടെ മരണത്താൽ ഞാൻ അന്ധനായിരിക്കുന്നു. താങ്കളുടെ മരണശേഷം ഇനി ആര് മരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ താങ്കളുടെ മരണത്തെയാണ് ഭയപ്പെട്ടിരുന്നത്. ഈ കവിത वसलाम നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയതാണ്. എന്നാൽ നമുക്ക് ഈ കാലഘട്ടത്തിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുള്ള സ്നേഹത്തിലും അനുരക്തിയിലും हमारे दिल में इस इश्क मोहब्बत की അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെയും इश्क मोहब्बत का അനുരക്തിയുടെയും ദീപം തെളിയിക്കുകയുണ്ടായി. अपना जो अरबी कसीदा है ഒരിടത്ത് പ്രസ്തുത സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും അവസ്ഥ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, वो उम्मत उनका दुखबिरत ഒരു നീണ്ട ज़ालिक അറബി കസീദയാണ്. अस्वान അതിലെ ചില വരികളാണ്, तुझे देखा है ഖൗമുൻ റഔക വ ഉമ്മത്തുൻ ഖദ് ഉഖ്ബിറത് മിൻ സാലിക്കൽ ബദരില്ലദി അസ്ബാനി. आशिक बनाया ഒരു സമൂഹം അങ്ങയെ കണ്ടറിഞ്ഞു. यबकून എന്റെ അനുരക്തനാക്കിയ ആ പൂർണ്ണചന്ദ്രനെ കുറിച്ച് മറ്റൊരു സമുദായത്തിന് വിവരം നൽകപ്പെടുകയും ചെയ്തു. वो तेरे हुस्न की याद യബ്കൂന മിൻ സിക്രിൽ ജമാലി സബാബത്തൻ വ തഅല്ലുമൻ മിൻ ലൗഅത്തിൽ ഹിജ്റാനി. से भी रोते हैं. അങ്ങയുടെ സൗന്ദര്യം ഓർത്തോർത്ത് പ്രേമവായ്പ നിമിത്തവും വിരഹവേദന കൊണ്ടുണ്ടായ ദുഃഖത്താലും
അവർ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നു. വ അറൽ കുലൂബ ലദൽ ഹനാജിരി കുർബത്തൻ और मैं देखता വ അറൽ ഗുറൂബ തുസിലുഹൽ ഐനാനി. और मैं देखता हूँ कि आंखें അസ്വസ്ഥ ചിത്തരായിക്കൊണ്ട് കണ്ട നാളങ്ങളിലെത്തിയിരിക്കുന്ന ഹൃദയങ്ങളെ ഞാൻ കാണുന്നു. आखिरी शेर ये है, बहुत सारों को കണ്ണുകൾ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു. कि जिसमें यतीरो इलाका मिन शौकीन अला ഈ സുദീർഘമായ കസീദ कुव्वत तैरान അതിന്റെ അവസാന വരി ഇപ്രകാരമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പോലും ഈ കസീദ മനപ്പാടമാണ്. ജിസ്മി യത്തീറു ഇലൈക മിൻ ഷൗക്കിൻ അല യാ ലൈത കാനത് ഖുവ്വത്തു ത്വയ്റാനി. उड़ना चाहता है, ए काश मेरे अंदर उड़ने की ताकत होती। बस हमें तो आ हजरत ആവേശാധിക്യത്താൽ അങ്ങയുടെ സന്നിധിയിലേക്ക് പറന്നെത്തുന്നതിന് और ये दुनियादार कहते हैं कि क्या फर्क എന്റെ ദേഹം വെമ്പൽ കൊള്ളുകയാണ്. जब अखलाक इस हद तक എനിക്ക് പറക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും പാഠമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഭൗതികർ പറയുന്നത് നിസാര തമാശയിലൂടെ എന്ത് കുഴപ്പമാണ് ഉണ്ടാകുക എന്നാണ്. ധാർമ്മിക നിലവാരം ഉയരുന്നതിനു പകരം അധപതനത്തിലേക്ക് എത്തുന്ന അവസ്ഥ സംജാതമാകുമ്പോഴാണ് ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. जामे किताब लाइफ ऑफ मोहम्मद എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജോലി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നതിനായി കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുക എന്നതാണ്. तकरीबन അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സംക്ഷിപ്തവും എന്നാൽ വിശദമായുമായ ഗ്രന്ഥം ലൈഫ് ഓഫ് മുഹമ്മദ് അല്ലെങ്കിൽ ദീബാച്ച തഫ്സീറുൽ ഖുർആന്റെ ചരിത്രത്തെ പരാമർശിക്കുന്ന ഭാഗം ഓരോ അഹമ്മദിയും വായിക്കേണ്ടതാണ്. അതിൽ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളും പരാമർശ വിധേയമാണ്, അല്ലെങ്കിൽ അനിവാര്യ വശങ്ങൾ പരാമർശ വിധേയമാണെന്ന് പറയാൻ കഴിയും. പിന്നീട് തങ്ങളുടെ ആവേശവും താല്പര്യവും അറിവും അനുസരിച്ച് മറ്റ് ജീവചരിത്ര ഗ്രന്ഥങ്ങളും വായിക്കുക. എന്നിട്ട് വിവിധ മാർഗങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, പാംഫ്ലെറ്റ്സിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെയും ഔദാര്യത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. അള്ളാഹു ഈ സുപ്രധാന ജോലിയെയും ബാധ്യതയെയും നിറവേറ്റുന്നതിനുള്ള തൗഫീക്ക് ഓരോ അഹമ്മദിക്കും നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള അനാവശ്യവും അക്രമപരമായി പരിഹസിക്കുന്നവരുടെ അല്ലെങ്കിൽ ശത്രുത പ്രകടിപ്പിക്കുന്നവരുടെ ബുദ്ധിയെ നിരാകരിക്കുന്ന വിവേകം ലോകത്തിന് നൽകുമാറാകട്ടെ. ലോകം അശാന്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാദ നമസ്കരിപ്പിക്കുന്നതാണ്. नसरुल्लाह खान नासिर साहब का ജനാദ ഹാളിറാണ്. सिलसिला थे। ഇത് ബഹുമാന്യ നസറുല്ല ഖാൻ നാസർ സാഹിബിന്റെ ജനാസയാണ്. അദ്ദേഹം ജമാഅത്തിന്റെ മുറബിയായിരുന്നു. उनकी वफात हुई സെപ്റ്റംബർ 23 ഹൃദയസ്തംഭനത്താൽ यहीं थे, यूके में रहते थे। आज വഫാത്തായി. മുമ്പേ തന്നെ ഹൃദയ രോഗിയായിരുന്നു. 32 വയസ്സായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ദിവസങ്ങളിൽ യു കെയിലായിരുന്നു ഉണ്ടായിരുന്നത്. उनके वालिद ചൗധരി 1918 में മെഹർ അല്ലാ ദത്ത സാഹിബ് ഗുജറാത്തിയുടെ മകനായിരുന്നു. के हाथों बैत की थी। അദ്ദേഹത്തിന്റെ പിതാവ് 1918 തോന്നുന്നു സ്വന്തം ഗ്രാമത്തിൽ നിന്ന് സിയാൽകോട്ടിലേക്ക് നടന്നു വന്നാണ് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തത്. മർഹൂം നസറുല്ല ഖാൻ നാസിർ സാഹിബ് 1960 ജീവിതം വഖഫ് ചെയ്തു. ജാമിഅ അഹമ്മദിയ റബ്വയിൽ പ്രവേശനം കരസ്ഥമാക്കി. പഠനമധ്യേ അദ്ദേഹം തന്റെ ആദ്യ ലേഖനം ഖലീഫ ഒരിക്കലും സ്ഥാനഭ്രഷ്ടനാകുകയില്ല എന്ന വിഷയത്തിൽ എഴുതി. मुजल्लतुल जामिया का അത് അൽഫദൽ റബുവിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അറിവിനുള്ള ആവേശം ധാരാളമായിരുന്നു. അക്കാരണത്താൽ അദ്ദേഹത്തെ ജാമിയയിലെ മാസികയായ മജല്ലത്തുൽ ജാമിയയുടെ എഡിറ്ററായി നിയമിച്ചു. ലേഖനങ്ങൾ എഴുതുന്നതിനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. ജമാഅത്തിന്റെ പത്രങ്ങളിലും മാസികകളിലും ലേഖനങ്ങൾ എഴുതുമായിരുന്നു. सिलसिला खिदमत अंजाम ജാമ്യയിൽ നിന്നും പഠിച്ചിറങ്ങിയ ശേഷം 1983 വരെ പാകിസ്ഥാനിലെ വിവിധ ജമാഅത്തുകളിൽ മുറബിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. പ്രാദേശിക ഇസ്ലാഹ് ഇർഷാദിലും സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. नसरुल्लाह के एडिटर रहे। കേന്ദ്ര ഓഫീസിൽ 1994 മുതൽ 2004 വരെ അവിടെ അൻസാറുള്ള മാസികയുടെ എഡിറ്ററായിരുന്നു. और मुल्क के ഈ കാരണത്താൽ അദ്ദേഹത്തിനെതിരിൽ ധാരാളം കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് റബോയിൽ നിന്ന് കറാച്ചിയിലേക്കും സിന്ധിലേക്കും മറ്റു പട്ടണങ്ങളിലേക്കും കേസു കാരണത്താൽ പോകേണ്ടി വന്നിരുന്നു. बड़ी हिम्मत से बावजूद बीमारी के और उम्र के जाया करते ചിലപ്പോൾ അടുത്തടുത്തുള്ള തീയതിയായിരിക്കും ലഭിക്കുക. എന്നാൽ അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി രോഗിയായിട്ട് പോലും പോകുമായിരുന്നു. अदालतों में വളരെ ധീരനായിക്കൊണ്ട് അദ്ദേഹം ഈ കേസുകളെ നേരിട്ടു. बाज़ वो दुश्मन बड़ा सर ചിലപ്പോൾ കോടതിയിൽ തന്നെ അവസ്ഥ മോശമാകുമായിരുന്നു.
വളരെ നിരാശ ഉണ്ടാകുമായിരുന്നു. ചിലപ്പോൾ ശത്രുക്കൾ വളരെ ആവേശം കാണിക്കുമായിരുന്നു. എന്നാലും അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്ത് നൽകി. തന്മൂലം അദ്ദേഹം എല്ലാ കേസുകളിലും ഹാജരാകുമായിരുന്നു. ദാറുൽ ഖദായിൽ ഖാദിയായി സേവനമനുഷ്ഠിക്കുന്നുള്ള തൗഫീക്കും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം അസ്ഹാബെ സിദ്ഖോ സഫ എന്നൊരു ഗ്രന്ഥവും രചിച്ചു. അതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ 313 സഹാബികളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അവരുടെ ചരിത്രമാണത്, അവരെ സംബന്ധിച്ചുള്ളതായിരുന്നു. കൂടാതെയും മറ്റ് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ദുആ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ലളിതവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പ്രകൃതവും അസാമാന്യ ധൈര്യത്തിനുടമയുമായിരുന്നു. ശാന്ത പ്രകൃതക്കാരനായിരുന്നു. കൂറുള്ള വ്യക്തിയായിരുന്നു. മൂസിയുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. തന്റെ സംതൃപ്തിയുടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മയെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഈ ജനാദ ഹാദിർ ഞാൻ പുറത്തുപോയി നമസ്കരിക്കുന്നതാണ്. സഹോദരങ്ങൾ പള്ളിയിൽ തന്നെ സഫ് നേരെയാക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.